കരിമ്പിങ്കാല റെസ്റ്റോറൻറ്റ് ഇന്നലെ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കരിമ്പിങ്കാല റെസ്റ്റോറൻറ്റ് ഞാനും പിള്ളേരെയും കൊണ്ട് പണ്ട് പോയിട്ടുണ്ട്. ഓള് തീരെ ചെറുതായിരുന്നു, അത്ര ഓർമ്മ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി അവൻ തീരെ ചെറുപ്പമായിരുന്നു, അത് കുറച്ച് 5-8 വയസ്സിലാണോ എന്ന് ഞാൻ മറന്നു കേട്ടോ. നമ്മളന്ന് പോയപ്പോൾ 4 5 ഈ ഫിഷ് കറി മീൽസ് പ്ലസ് ഇതാണ് മേടിച്ചത്. നമ്മൾ 4-5 ഫിഷ് കറി മീൽസ് പ്ലസ് 2 ബീഫ് ഫ്രൈ, 2 ബീഫ് ഫ്രൈ ആയിരുന്നു, 2 ബീഫ് ഫ്രൈ ആണ് മേടിച്ചത്. അത് പോളൊക്കെ ചേർത്താൽ അപ്പോൾ 4 പേര് കണക്കാക്കി 2 ബീഫ് ഫ്രൈ ആയിരിക്കും മേടിച്ചത്. പക്ഷെ അവിടുത്തെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അവിടെ പള്ളി പെരുന്നാൾ ഇന്നിപ്പോൾ വലിയ തിരക്കില്ല. രാവിലെ പെരുന്നാൾ ഇനി 8-8:30 ആകുമ്പോഴേ തുടങ്ങും. കടകളൊക്കെ അടഞ്ഞടക്കണം. 8 മണിയല്ലേ, 9 കഴിയുമ്പോഴേക്കും കടകൾ ഉറപ്പുള്ളൂ, കുർബാനയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ കരിമീൻകാലയിൽ ചെന്നപ്പോൾ അന്ന് നമ്മളിങ്ങനെ എപ്പോഴും നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കോൺഷ്യസ് ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 10-75 രൂപ ഉണ്ടായിരുന്നു, 10 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അത് അന്ന് 10-75 രൂപയാണ് ഫിഷ് കറി മീൽസിന് ഉണ്ടായിരുന്നത്. ബീഫിന് 100 താഴെയായിരുന്നു. അപ്പോൾ 4 ഫിഷ് കറി മീൽസ് 4 മേടിച്ചോളൂ എന്ന് പറഞ്ഞു. പോള് ചേർത്തായിരുന്നു, വൈഫ് വാരി കൊടുക്കുക ചെയ്യാറില്ല. അപ്പോൾ 4 മേടിച്ചോളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 4 ഫിഷ് കറി മീൽസും പിന്നെ 2 ബീഫ് മേടിച്ചത്. BYD പോകണം. പുള്ളി ഇങ്ങോട്ട് ചേർത്താണ് എടുത്തത്. അത്രയും ചേർക്കേണ്ട കാര്യമില്ല. ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോയ്ക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിലേക്ക് ചേർക്കേണ്ട ഒരു കാര്യമില്ല. ക്ലിയറൻസ് ഇല്ലാതെ ഓടിച്ചു. അത് പോട്ടെ. മറ്റേ ഫിഷ് കറി മീൽസും ബീഫും മേടിച്ചു. നമ്മളന്ന് ബഡ്ജറ്റ് നമ്മൾ ലിമിറ്റഡ്. പരിമല ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പെട്രോൾ 1000 രൂപ, 1000 രൂപയാണെങ്കിൽ 700-750 രൂപ ആവുള്ളൂ. 1000 രൂപയ്ക്ക് ഞാൻ പഠിച്ചിടും പെട്രോൾ. അന്ന് ഏതാണ്ട് 60-65 രൂപ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു പെട്രോളിന്. അപ്പോൾ 1000 രൂപയ്ക്ക് അടിച്ചിട്ട് അന്നത്തെ 800 ആയിരുന്നു, മാരുതി സുസുക്കി 800. അത് 1000 രൂപയ്ക്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ 700 രൂപയുടെ പെട്രോൾ ആവുള്ളൂ. ബാക്കി 100-100 രൂപ അതിൻ്റെ അകത്ത് കിടക്കും. കാരണം അന്ന് കിലോമീറ്ററിന് 10-20 കിലോമീറ്റർ ഓടും. അപ്പോൾ 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ 650 രൂപയ്ക്ക് കിട്ടി. 650 രൂപയ്ക്ക് 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100-200 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു. ഏതാണ്ട് 10 ലിറ്റർ ആവുള്ളൂ. 5 ലിറ്റർ അതിൻ്റെ ഉള്ളിൽ കിടക്കണ്ടാവും. അത് പിന്നെ ഇവിടെ കിടന്ന് ഓടുക ചെയ്യാറില്ല. പക്ഷെ അടിക്കുമ്പോൾ ഇപ്പോൾ 1000 രൂപയ്ക്ക് അടിച്ചിരുന്നു പെട്രോൾ. ഇപ്പോൾ 2000 രൂപ, ഇതിലാവുമ്പോൾ 2000 രൂപയ്ക്ക് അടിച്ചാലും മതിയാവില്ല. ഇതിൽ 10 കിലോമീറ്റർ 11 കിലോമീറ്ററിൽ കിട്ടും. ഹൈവേ അല്ല, ഇതിൽ പോകുമ്പോൾ ഇച്ചിരി കൂടുതൽ കിട്ടുമായിരിക്കും. നോർമലി 10-11. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ മുഴുവൻ 10 കിലോമീറ്റർ കണക്കാക്കിയായിരിക്കും ഇതിനൊക്കെ അടിക്കുന്നത്. 10 കിലോമീറ്റർ, അതിന് 15 കിലോമീറ്റർ കണക്കാക്കി ഞാൻ അടിച്ചോണ്ടിരുന്നത്. 20 കിട്ടുമായിരുന്നു. 15 ഇതിൽ 10 കിലോമീറ്റർ കണക്കാക്കി അടിക്കും. 11 കിട്ടുമായിരിക്കും. അപ്പോൾ 11-12 ഹൈവേയിലൊക്കെ 12 കിട്ടുമായിരിക്കും. ഞാൻ 10 കിലോമീറ്റർ കണക്കാക്കി അടിക്കും. 10 കിലോമീറ്റർ കണക്കാക്കി അടിക്കുമ്പോൾ 200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 20 ലിറ്റർ അടിക്കും. 20 ലിറ്ററിന് ഇപ്പോഴത്തെ പ്രൈസ് ഏതാണ്ട് 2200 രൂപ അടിക്കേണ്ടി വരും. അപ്പം അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ കാലത്ത് ഏതാണ്ട് ഒരു 10,000 മറ്റേ പരമാന ട്രിപ്പിന് 1000 രൂപ പെട്രോൾ അടിക്കും, 1500 രൂപ ഫുഡിന് മാറ്റി വയ്ക്കണം. 500 രൂപ വെച്ചൊരു നേരമാണ്. അപ്പോൾ നമ്മളത് 500 രൂപയ്ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യാൻ നോക്കും. രാവിലത്തെ ഫുഡ് അത്ര ആവില്ല, അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് 500 രൂപ വരില്ല. ഇത് ഇച്ചിരി 500 രൂപ കൂടുതൽ വരും ഉച്ചത്തെ. വൈകുന്നേരത്തെ മിക്കവാറും പാഴ്സൽ ചെയ്ത് പൊറോട്ടയോ ബീഫ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും, ചിക്കൻ റോസ്റ്റോ ബീഫ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചോണ്ട് പോയാറുള്ള വീട്ടിലേക്ക്. പോണ വഴിക്കാതെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകും. വൈകുന്നേരം പിന്നെ ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ ഒരു 1500 രൂപ ഫുഡും 1000 രൂപ പെട്രോൾ 2500 രൂപയാണ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ ഈ കരിമല പോകുമ്പോൾ കരിമലയിൽ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റേ ചെമ്മീൻ ഒലത്ത്, മറ്റേ മറ്റേ കരിമീൻ പൊള്ളിച്ചത്, പ്രോൺ റോസ്റ്റ്, ഡക്ക് റോസ്റ്റ് ഫേമസ് ആണ്. മറ്റേ കരിമീൻ പൊള്ളിച്ചത് ഭയങ്കര ഫേമസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അന്ന് 200-300 ഇപ്പോൾ 500-600 അന്ന് 200-300 ഈ കരിമീൻ പൊള്ളിച്ചത് പോലുള്ള സാധനങ്ങൾക്കൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കോസ്റ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അങ്ങ് ഒഴിവാക്കും. ചെമ്മീനും കരിമീനിൻ്റെ അത്ര ആവില്ലെങ്കിലും അതിൻ്റെ താഴെ അടുത്ത് വരും. അതുപോലെ പ്രോണും മറ്റേ ഡക്ക് റോസ്റ്റ് ബീഫിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും ഡക്ക് റോസ്റ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കും. അപ്പോൾ അതിൽ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് കയറിയാൽ അതിൽ ഏറ്റവും അവിടെ നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ഫിഷ് കറി മീൽസ്, അതിന് 10-75 രൂപ 50 രൂപ ഉണ്ടാവുള്ളൂ. അതായിരിക്കും ആദ്യം മേടിക്കുന്നത് അന്നത്തെ കാലത്ത്. 10 കൊല്ലം മുമ്പാലത്തേക്ക് കഥയാട്ടെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ 150 രൂപയെങ്കിലും ആവുമായിരിക്കും അന്ന്. അപ്പോൾ ഫിഷ് കറി മീൽസ് മേടിക്കും, 2 ബീഫ് റോസ്റ്റ് മേടിക്കും, അല്ലെങ്കിൽ 2 ചിക്കൻ റോസ്റ്റ് മേടിക്കും. ബീഫ് റോസ്റ്റ് അന്ന് മേടിച്ചെന്നുണ്ട്, ബീഫ് ഫ്രൈ ആണോ റോസ്റ്റാണോ എന്ന് മേടിച്ചെന്നുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് ആർക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. അപ്പോൾ ഇതാണ് കരിമീൻ കാല എന്ന് വലിയ മെച്ചമൊന്നും ഇല്ല എന്നുള്ള ഇതാണ്. നമ്മൾ മെച്ചം വേണമെങ്കിൽ അതിൻ്റെ അവിടുത്തെ കൾട്ടായിട്ടുള്ള ഐറ്റംസ് നമ്മൾ മേടിക്കണം. അതൊന്നും നമ്മൾ മേടിച്ചില്ല. കൾട്ടായിട്ടുള്ള ഐറ്റം മേടിച്ചാലാണ് അത് ഇതിൻ്റെ ഒരു ഇത്. ഇപ്പം നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇപ്പം ഈ പണ്ട് കായീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണിയാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ മൂവാറ്റുപുഴ പാരീസ് ഹോട്ടലിൽ പോയ ബിരിയാണിയാണ്, അല്ലെങ്കിൽ പെരുമ്പാവൂർ അപ്സരയിൽ പോയ ബിരിയാണിയാണ്. അപ്പോൾ നമ്മളവിടെ പോയി അത് മേടിച്ചാലാണ് അതിൻ്റെ ഒരു അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പക്ഷേ കോസ്റ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് അത്രയും, കാരണം നമ്മളിപ്പോൾ അതുപോലെ ഇപ്പോൾ ചെമ്മീൻ, കരിമീൻ ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഒരു കരിമീൻ മേടിച്ചാൽ 2 കരിമീൻ 2 ചെമ്മീനും മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ 1000 രൂപയുടെ അടുത്ത് വരും. പിന്നെ 4 ഊണും കൂടെ 1300-1500 രൂപയുടെ അടുത്ത്. ഇപ്പം നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് കോസ്റ്റിലേക്ക് പോകും. അപ്പോൾ കോസ്റ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ളതൊക്കെ കെട്ടി.